അർജുൻ ദ റെപ്യൂട്ടഡ് വാഴ. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം അർജുൻ വായ തുറന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ ജാൻമണിയുടെ ക്യാരക്ടർ ചെയ്ത ആ ഒരു സമയത്ത് മാത്രമാണ്. അതിന്റെ മുമ്പൊക്കെ ആള് വായ അടച്ചിരിക്കുന്നു. വായിൽ പഴം തിരിങ്ങിയിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. റോക്കിയുള്ള സമയത്താണ് പിന്നെ അവസാനം അർജുൻ വായ തുറന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞാൽ ആള് തക്കാളി തൊക്ക് കഴിക്കാൻ ഒരു പറ ചോറായിട്ട് വരും. ആ മറ്റേ സ്കൈ കോർണറിൽ വന്നിട്ട്. പക്ഷെ ഇവരുടെ ഒരു കണ്ടന്റ് മാത്രമേ അർജുന്റെ ഭാഗത്ത് നിന്ന് കിട്ടുള്ളൂ. ആ കണ്ടന്റ് എനിക്ക് അത്ര ഒരു ബിഗ് ബോസിന് വേണ്ട ഒരു കണ്ടന്റ് ആണോ ചോദിച്ചാൽ എനിക്ക് അല്ലാതെ തന്നെ പറയാൻ പറ്റും. കാരണം രണ്ട് അത്ര സ്ട്രോങ് അല്ലാത്ത വീക്ക് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെയുള്ള ഇപ്പൊ ഉള്ളവരെ നോക്കുമ്പോൾ ഏറ്റവും വീക്ക് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ്, ഒന്ന് അർജുനും ഒന്ന് ശ്രീതു. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും കണ്ടന്റ് തരുന്നുണ്ട്. പിന്നെ അർജുനെ പറ്റി കുറെ പേര് പറയുന്നുണ്ട്, അർജുൻ ഭയങ്കര ലുക്കാണ് അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യും, അർജുൻ ഇത്രയും ഹൈറ്റ് ഉണ്ട് 6 അടി ഉണ്ട് അതുകൊണ്ട് വോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ലുക്കും അതുപോലെ ബേസിക് സെൻസ് നിങ്ങൾ ബിഗ് ബോസ് നോക്കില്ല, മാട്രിമോണി സൈറ്റ് നോക്കുക, എന്നിട്ട് അവിടെ പോയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി. പലരും പറയുന്നുണ്ട് അർജുൻ എങ്ങനെ ഫാമിലിയിലുള്ള ഒരു മെമ്പറെ പോലെയാണ്, ഭയങ്കര നല്ല സുഖം, എന്താ ജെനുവിനിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള സ്ഥലമൊന്നുമല്ല. ബിഗ് ബോസ് വരുമ്പോ കാശ് കൊടുത്തിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവർ അതിനനുസരിച്ച് കണ്ടന്റ് തരുന്നെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കണം. അല്ലാതെ ഇതൊക്കെ നോക്കിയിട്ടാണ് പലരും ഇവന് വോട്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്ന് വെച്ചാൽ കളിക്കുന്നവർ ഔട്ട് ആവും, ഇതേപോലുള്ള ശ്രീതു ഇവർ ഈ കോംബോ അവിടെ നിൽക്കുകയും ചെയ്യും. സോ അർജുനൊക്കെ മാറേണ്ട ടൈം കഴിഞ്ഞു. അർജുൻ പൊട്ടൻഷ്യൽ ഇല്ലാത്ത പ്ലെയർ ആണെന്ന് ഞാൻ പറയുന്നത്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ്. പറയേണ്ട അവിടെ വായ തുറന്ന് പറയണം, അല്ല അത് ഗബ്രിയും ജാസ്മിന്റെ ആ റൂമിൽ ആ പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കുക തന്നെ ഉള്ളൂ.